പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ മുക്കുറ്റി തുമ്പപ്പൂവെല്ലാം തരുവാൻ മാലയക്കാറ്റിനി കൂടെ വരുമോ ഊഞ്ഞാലിട്ടാടിയിടും ഇളവയിൽ ചിരിയുമാ ഓണത്തുമ്പിൽ ചിറകാട്ടി തുള്ളി മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണത്തുമ്പിൽ ചിറകാട്ടി തുള്ളി മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ മഴമുകിൽ ചിലമാറ്റി മിന്നും ചേലോടെ നറുവെയിൽ കോഴി ചുറ്റി പൊന്നിന്നാകാശം മനസ്സുകളൊന്നായി കൈകൊട്ടി പാടം ചെന്ന ചിങ്ങന കെട്ടി ആയുർത്തിളക്കത്തിൻ കളിക്കൊരു താളം പിടിച്ചാടി കളിച്ചിടും ഓണം തിരുക്കങ്ങൾ പകർന്നൊരു വീരൻ ഓളം പൊറിച്ചെത്തി കൊതിച്ചൊരു സ്വപ്നം തുഴഞ്ഞിടും വീരൻ നീളം നിലാ കണ്ണാടി നോക്കി ഓളാനോ ചിറകാട്ടി തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണത്തുമ്പി ചിറകാട്ടി തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ മുക്കുറ്റി തുമ്പപ്പൂവെല്ലാം തരുവാൻ മാലയക്കാറ്റിനി കൂടെ വരുമോ ഊഞ്ഞാലിട്ടാടിയിടും ഇളവയിൽ ചിരിയുമാൻ ഓണത്തുമ്പി ചിറകാട്ടി തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണത്തുമ്പി ചിറകാട്ടി തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണത്തുമ്പി ചിറകാട്ടി തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ. അകത്തുകൂടി നടന്നു കളിക്കുന്ന പ്രധാന കഥാപാത്രം ദിനേശൻ മാഷ് എന്നെ അഴിച്ചു പിന്നിലെ കണ്ടത്തിൽ കെട്ടിയിടും. പകുതി തിന്ന ഒരു പുളിച്ചി മാങ്ങ എന്റെ മോന്തക്കിട്ടെറിഞ്ഞു. എനിക്കാകെ പാടി ഒരു ഞെരുപിരി തുടങ്ങി. വാ പിളർത്തി നിർത്താതെ കരയാൻ തോന്നി. വയറ്റിൽ ഈ പെണ്ണ് വളരാൻ തുടങ്ങിയപ്പം സുഖം തോന്നി. മെനഞ്ഞാന്ന് രാത്രി പെറ്റ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, കന്നുകാലി വികസന ബാങ്കിന്റെ അവകാശത്തിലുള്ള ഞാനും എന്റെ കടിഞ്ഞൂലും ആലയിൽ തളർന്നു കിടന്നു പോയാല് ശരിക്കും അതാ സംഭവിച്ചത്. മോളെ സുഗന്ധിയേ, പയ്യ എന്തിനാടീ കരയണത്? മിനിഞ്ഞാൻ ഒരു സമയം തുടങ്ങിയതാണല്ലോ. ഈ വാതിലൊന്ന് തുറക്കടി. ഞാൻ ആ തൊഴുത്തിലേക്ക് ഇറങ്ങി നോക്കിയിട്ട് വരാം. ഈ വാതിലൊന്ന് തുറക്ക സുഗന്ധിയേ. പിന്നെ തൊഴുത്തിലേക്ക് ഇറങ്ങിയിട്ട് വേണം പറമ്പുഴ പമ്പരം കറങ്ങി വരാൻ. എന്നിട്ട് കാലിൽ നിറച്ച് മണ്ണും അകത്തും പുറത്തും വിസ്തരിച്ച് വിതരണം. സുഗന്ധി, അല്ലെങ്കിൽ തന്നെ അവിടുത്തെ പണിയെടുത്ത് മനുഷ്യനെ നടു ഒടിഞ്ഞു. വെറുതെ അല്ല ഓരോ പെണ്ണുങ്ങളും കയറും പൊടിച്ചോട് ഓടിപ്പോണത്. ഓ, എന്തൊക്കെയായിരുന്നു വർത്തമാനം. ഒരു പയ്യ, അതിന്റെ കുട്ടി, കുട്ടിയോളുടെ കുട്ടി, പാലുകാരൻ വരുന്നു, തൈരുകാരൻ വരുന്നു, ദിനേശേട്ടന്റെ മഹത്തായ ഒരു കന്നുകാലിഫ. ഇതിനൊക്കെ കാരണം അവളാ, ആ ജൂലി തോമസ്. അവളെ കൊണ്ട് വരട്ടെ. സുഗന്ധി, മണ്ണിലും പണിയെടുത്ത് അമ്മയുടെ നട്ടല് വളഞ്ഞത് കണ്ടപ്പോഴാ എനിക്ക് ഇങ്ങനെ ഒരു ബോധി തോന്നിയത്. നിവർന്നു നിൽക്കുന്നൊരു ജോലി, കടം തീർക്കാൻ
ബിഎഡുള്ള നിന്നെ കെട്ടി നീ പൊന്നു തന്നു. കടലിൽ കായം കലക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? കടം കടല് പോലെ ബാക്കി. സുഗന്ധി, ഞാനൊരു സ്വപ്നം കണ്ട്. പശു പച്ച പുല്ല് തിന്ന് വീർത്ത് അതൊരുപാട് ചാണകമിടും. നമ്മുടെ അടുക്കളയില് ഗോബർ ഗ്യാസിന്റെ അടുപ്പ്, കരണ്ട് ബില്ലടയ്ക്കാതെ കപ്പ പുഴുങ്ങിയതും കൊടംപുള്ളിയിട്ട് പറ്റിച്ച മത്തിക്കറിയും. നിനക്കതൊരുപാട് ഇഷ്ടമല്ലേ? പിന്നെ എങ്ങനെ നമ്മൾ ഈ ലോൺ മുഴുവൻ അടച്ചു തീർക്കാം? 6 മാസം കൊണ്ട് 20% പലിശ. മനുഷ്യന്മാരെ പോലെ കന്നുകാലികൾക്കും സുഖേട് വരില്ലേ? അതിനിങ്ങനെ ഒരു നിയമം വെക്കണോ ബാങ്ക്? കേറി വന്ന് 1 മാസം തികഞ്ഞില്ല, മോളെ മുത്തേ എന്നൊക്കെ പറഞ്ഞ് എന്റെ പൊന്നെടുത്ത് നിങ്ങളത് വിറ്റ്. എന്റെ അനിയത്തിമാർ രണ്ടും ശമ്പളത്തിൽ നിന്ന് സാരി വാങ്ങുമ്പോൾ, പിള്ളേർക്ക് കുപ്പായ വാങ്ങുമ്പോൾ, ഇത് രണ്ടും ഇല്ലാത്ത എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്കൊക്കെ സമയം തിന്നാൻ തരുന്ന ഹുങ്ക. ഇത്രയും നല്ല തൊഴുത്ത് പൈസക്കാർ പോലും കെട്ടിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ചയാണ് നിങ്ങൾ കിടക്കുന്നിടം പണിക്കാർ വൃത്തിയാക്കിയിട്ട് പോയത്. എന്തിനാ? ഒരു സൂക്കേടും വരാതിരിക്കാൻ അച്ഛൻ തുക്കളെ. നിനക്കറിയോ പയ്യേ, 5ാം തരത്തിലെ 5ാം പാഠം വള്ളി പുള്ളി തെറ്റാണ്ട് എനിക്കറിയാം. ഒരു പുള്ളിപ്പയ്യുടെ ചിത്രവും കുട്ടിയോളെ ചുറ്റിനു വിരുത്തി വിമല ടീച്ചർ ക്ലാസ് തരുന്നു. ഗായ് മാതാ ഹേ, വേ മുക്ത് ഹമേ ദൂത് ദേംഗി, വേ ഹമേ ഗോബർ ദേംഗി, ഗോബർ ഹമേ പ്രകാശ് ദേംഗി, അഗ്നി ദേംഗി, ഗായ് കെ ബിനാ ദുനിയ നഹീ. ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്ന് എഴുന്നേറ്റ് വാ പയ്യേ, വന്നൊന്ന് രക്ഷിക്ക്. ഇല്ലേലും ഞാൻ ഈ കമ്പി തൂങ്ങിച്ചിട്ടു. വേണ്ടാത്തത് പറഞ്ഞ ആ ചാണകക്കുള്ളിൽ ചാണകം എടുത്ത് തൊണ്ടേ കുത്തിക്കയറ്റും. എന്നെ ഒറ്റക്കൊന്നും ജീവിച്ചൂടായിരുന്നോ? മഹാദേവൻ മാഷേ, കിണറ്റിൽ വെള്ളം കുറവാ. ഈ അമ്മിത്തല മഹാദേവന് കുളിക്കാൻ ഒരു തുള്ളി വെള്ളം. തുള്ളി പോരല്ലോ, അതല്ലേ പറഞ്ഞത്. ഇന്ന് ലുലുമാളിലായിരുന്നു വേഷം. മാവേലിയായി വേഷം കെട്ടിയതേ ഓർമ്മയുള്ളു. വേഷം മാറാൻ പോലും നാട്ടുകാർ സമ്മതിച്ചില്ല. ഇത്തരം മിണ്ടാപ്രാണികളെ 4 ചുവരുകൾക്കുള്ളിലിട്ട് തീറ്റിപ്പോറ്റി വളർത്തി ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന രീതിയെ ഞാൻ പണ്ടേ എതിർത്തതാ. ചോദിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾ പാലൊഴിച്ച ചായയല്ലേ ഇന്ന് രാവിലെ കുടിച്ചത്? ഞാനൊന്ന് നോക്കട്ടെ. ഈ മിണ്ടാപ്രാണികൾ എനിക്ക് മാൻപേടകളാ. അവളുടെ നിറം, അവളുടെ വേഷം, അവളുടെ ഭാഷ, അവളുടെ സംഗീതം, ഇതൊക്കെ ഈ ആഗോളവൽക്കരണ കാലത്ത് മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന പുതിയ പരസ്യ വിപണന തന്ത്രത്തിന്റെ പെൺരൂപമാ. Holy Family School.
പൈകളെ പോറ്റുക. ചിലവില്ലാത്ത ബിസിനസ് ദിനേശ my husband. I am the chairman of Mathukutti's Kannukali Vikasana Bank Private Limited. മിസ്റ്റർ ദിനേശൻ, പശുവിനും തൊഴുത്തിനുമായി 1,50,000 ബാങ്ക് ലോണായി തരും. പലിശയ്ക്ക് പശുക്കുട്ടി എന്ന പദ്ധതിയാണിത്. ഓണം ഓഫർ വേറെയുമുണ്ട്. 2 കുട്ടികൾ വളരാനുള്ള യാതൊരു ചാൻസും ബാങ്ക് അനുവദിക്കുന്നതല്ല. കാരണം പശുവിന് ബീജം കുത്തിവെക്കുന്നത് ബാങ്കിന്റെ ഡോക്ടറാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു ബാങ്ക് ഇടപാടുകാരന് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്കീമുമായി വന്നിട്ടുണ്ടോ മിസ്റ്റർ ദിനേശൻ? ഇനി ADB ബാങ്ക്, അങ്ങാടി ബാങ്ക്, ഇനി ബ്ലഡി ഗ്രാമവാസി ബാങ്ക്, only Mathukutti's Kannukali Vikasana Bank. മിസ്റ്റർ ദിനേശൻ, I will. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിനോടുള്ള ഉത്തരം. ഞാനിവിടെ മെക്കാട് പണിക്ക് വന്ന പുതിയ മേസ്ത്രി. എന്നെ മുന്നിൽ വെണ്ണമുള്ള ഈ കുപ്പായിട്ട് ഞാനിവിടെ നിൽക്കുന്ന കാണുമ്പോ അറിയാൻ മേലെ ഞാൻ ഡോക്ടർ ഗോപാലൻ. ഞാൻ ഡോക്ടറിനെ കൊറേ വിളിച്ചു. എടുക്കില്ലല്ലോ, നമ്മൾ പരിചിതരല്ലല്ലോ. ജൂലി തോമസിന്റെ ഒരു മിസ് ഞാൻ കണ്ടു. അപ്പോ ഞാൻ മിസ്സിന് ഒരു മിസ് ഇട്ടു. ഇപ്പോ ഞാൻ ഇവിടെ ഗോപാലൻ. എന്താ ഡോക്ടറെ കയ്യില്? അതൊരു പിടി ചാണകം. അതിസാഹസികമായി ഞാൻ കൈയിട്ട് വാരിയതാ. എന്തിനാ ഡോക്ടറെ ചാണകം? എനിക്കിപ്പോ അങ്ങനെയാ, എന്ത് കണ്ടാലും കൈയിട്ട് വാരാൻ തോന്നും. ടൈപ്പ് ഓഫ് വാരനോഫീലിയ. ബൈ ദ ബൈ, ഒരു ബക്കറ്റ് വെള്ളം തരുമോ? എടുത്തോട്ടെ. വൈ നോട്ട്? മിസ്സിസ് പശു, പുറത്തുള്ള രോഗലക്ഷണങ്ങൾ അകത്തുള്ള മഹാരോഗങ്ങളുടേതാണ്. ദിസ് ചാണകം ഈസ് ഇനഫ് ഫോർ ദ ടോട്ടൽ ബോഡി ചെക്കപ്പ്. ഇതാ ഡോക്ടറെ വെള്ളം. ഹലോ മ്യൂസിഷ്യൻസ്, കൊട്ടണ്ടമ്മാ. ദിനേശൻ സർ, നിന്നെ തന്നെയാ ഞാൻ നോക്കിയിരുന്നത്. ദിനേശേട്ടന് മാസം മാസം കിട്ടുന്ന ശമ്പളം ലോൺ അടയ്ക്കാൻ പോലും തികയില്ല. അതിനിടയിലൂടെയാ നീ ഇതും കൂടി വരുത്തി വെച്ചേ. അതെന്താ സുഗന്ധി നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി സഹായിച്ചത് എന്റെ തെറ്റാ? ഡോക്ടർ ഗോപാലൻ, എന്തോ അത്യാധുനിക ചികിത്സ തന്നെ വേണം. മ്യൂസിക് തെറാപ്പി അഥവാ സംഗീത ചികിത്സ. ബട്ട് ഒരു പശു സൗഹൃദ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തേ ചികിത്സ തുടങ്ങാവൂ. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? അതല്ല സുഗന്ധി, മ്യൂസിക് തെറാപ്പി. I can create a song. Can you move like a cow and make sound like this? Meh, meh. Oh, I forgot a great artist, Mahadevan sir. Where is he?
മഹാദേവൻ സർ, മഹാദേവൻ സർ. പശു ഓർക്കുന്നി കുഞ്ഞിൻ മമ്മിയ ഡാഡിയോ സൂചിയ അവൾക്കു നീ ടീച്ചറ നീ കിടപ്പിൽ കിടന്നാൽ ഇങ്ങനെ പശു ഓർക്കുന്നി. You can, you can. പ്രകാശം വന്നു ചേരും നിൻ കൊമ്പിൽ, പ്രകാശം പിന്നെ ഒഴുകുന്നു നെഞ്ചിൽ, നെഞ്ചിൽ നിന്നും എനർജി പായുന്നു വയറിൽ, വയറിൽ നിന്നും അകിടിൽ, അകിടിൽ നിന്നും കുളവിൽ. Rise, 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 rise. You can, you can. ഭ്രാന്ത് കളിക്കാതെ നിർത്തിപ്പോടാ മോനെ ദിനേശ. സുഗന്ധി, മണ്ണിന്റെ വേരുകളാണ് കാലുകൾ. മണ്ണിന് പിടുത്തമിട്ട നിലം പതിക്കും. നീ എന്തിനാണ് ആ തൊഴുത്ത് നിറയെ ടൈൽസ് ഇട്ട് വെച്ചത്? ആ മിണ്ടാപ്രാണികൾക്ക് കാലുറപ്പിക്കാൻ പറ്റുമോ? ഇറച്ചിക്കാല് കൊണ്ടുപോകാൻ വരുന്നവരേക്കും അതിന് ചാണകത്തിൽ നിന്ന് മൂത്രത്തിൽ നിന്ന് എഴുന്നേക്കാൻ കൊതിക്കല്ലടാ. Isa,